സിയാ ലൊദാത്തു ജെസു ക്രിസ്തോ, എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമിലെ സാന്താ ക്രോച്ചെ ഇൻ ജെറുസലേം എന്നറിയപ്പെടുന്ന മനോഹരമായൊരു ദേവാലയമാണ്. ഈ ദേവാലയത്തിൻ്റെ പ്രത്യേകത ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന യേശുവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ്, അതോടൊപ്പമുള്ള ആണികൾ മറ്റുമൊക്കെ സൂക്ഷിക്കുന്ന അതിവിശുദ്ധമായൊരു ദേവാലയമാണിത്. ലത്തീൻ ഭാഷയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പോലെ വിശുദ്ധ കുരിശിൻ്റെ ഓണറിൽ, വിശുദ്ധ കുരിശിനെ അനുസ്മരിച്ചുകൊണ്ട് റോമിൽ സ്ഥാപിതമായിരിക്കുന്ന മനോഹരമായൊരു ബസിലിക്കയാണിത്. 3-4 നൂറ്റാണ്ടുകളിൽ മാത്രമാണ് റോമിലെ രാജകുടുംബാംഗങ്ങൾ ക്രിസ്തുമതത്തിലേക്ക് വന്നത് നമുക്കറിയാം. കോൺസ്റ്റൻറ്റൈൻ ചക്രവർത്തിയുടെ അമ്മയായിരുന്ന ഹെലന രാജ്ഞിയുടെ കാലത്താണ് റോമിലെ രാജാക്കന്മാർ ക്രിസ്തുമതത്തിലേക്ക് വന്നത്. അതിനു മുമ്പ് അവർ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഈ മനോഹര ദേവാലയത്തിൽ നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്നെന്തോ ഒരു കല്യാണം മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. നമുക്ക് ഭക്തിപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് കടക്കാം. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ ഒരു വിവാഹം നടക്കുകയാണ്. നമുക്ക് റിലിക്സ് സൂക്ഷിക്കുന്ന ദേവാലയത്തിൻ്റെ ഭാഗത്തേക്ക് പോകാൻ ശ്രമിക്കാം. വിശുദ്ധയായിട്ടുള്ള ആൻ്റോണിയത്ത മേയോ എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധയുടെ ശവകുടീരമാണ് ഈ ദേവാലയത്തിൽ കടന്നെല്ലുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന മനോഹരമായ ചാപ്പലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ മനോഹരമായ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ റിലിക്സിൻ്റെ ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അവിടെ കമൻറ്റൊന്നും ഞാൻ പറയുന്നതല്ല. കാൽവരി മലയിൽ 3 ആണികളിൽ മേൽ തറയ്ക്കപ്പെട്ട് മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം പേറിയ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന മനോഹരമായ ദേവാലയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾക്കായി ഞാൻ ഈ വീഡിയോയിലൂടെ കൊണ്ടുവന്നത്. ഇതിനു മുൻപ് കണ്ടത് ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന യേശുവിൻ്റെ കുരിശിൻ്റെ തിരുശേഷിപ്പുകളാണ്. നിങ്ങൾ വീഡിയോ അടുത്ത് കാണുകയാണെങ്കിൽ ആ കുരിശിൽ ലത്തീൻ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലും അറമായ ഭാഷയിലുമൊക്കെ ജീസസ് ക്രൈസ്റ്റ് സൺ ഓഫ് ഗാഡ് എന്ന് പറയുന്ന ആ ഒരു ആലേഖനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം കുരിശിൻ്റെ ഭാഗങ്ങളും യേശുവിൻ്റെ തിരുശരീരം പൊതിഞ്ഞ ആ കച്ചയുമൊക്കെയാണ്, ഹോളി ഷ്രൗഡുമൊക്കെയാണ് നമുക്ക് ഈ ദേവാലയത്തിൽ കാണാൻ സാധിക്കുക. വളരെയധികം പ്രാർത്ഥനാപൂർവം മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്ന, ഇപ്പോഴും നമുക്ക് വളരെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഒരു പ്രതീകം നൽകുന്ന വളരെ മനോഹരമായ ഒരു ചാപ്പലിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ തൊട്ട് മുൻപായിട്ട് കണ്ടത്. നിങ്ങളെല്ലാവരെയും ഞാനിവിടെ നിന്ന് പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച കർത്താവായ യേശു ക്രിസ്തു നമുക്കെപ്പോഴും നമ്മുടെ പാതയിൽ പ്രകാശമായിരിക്കട്ടെ. അവൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ലോകത്തിന് വഴികാട്ടിയാണ്, വഴിയും സത്യവും ജീവനുമാണ്. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമധേയത്തിലുള്ള കുരിശിൻ്റെ ഈ ദേവാലയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.